అందరికీ నమస్కారం. ഈ കൊമേഴ്ഷ്യൽ മസാല പടങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. കാരണം അതിനങ്ങനെ വലിയ ഫോർമുലയൊന്നുമില്ല. ചില സമയത്ത് നല്ല സിനിമകൾ മോശം പെർഫോമൻസ് കാരണം പൊളിഞ്ഞു പോകാറുണ്ട്. വേറെ ചില സമയത്ത് മോശം സിനിമകൾ നല്ല പെർഫോമൻസ് കാരണം വിജയിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും മോശം സിനിമയിൽ മോശം പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളത് മനസ്സിൽ ആലോചിക്കുന്നതിന് മുന്നേ പവർ സ്റ്റാർ അതേപോലെ ഒരു 10 പടമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ ശ്രേണിയിലുള്ള ഒടുക്കത്തെ പടമാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഈ പടം 2022 അനൗൺസ് ചെയ്തപ്പോൾ തെരിയുടെ റീമേക്ക് ആയിരുന്നു. പക്ഷേ പവർ സ്റ്റാർ പെട്ടെന്ന് ഡെപ്യൂട്ടി സിഎം ആയത് കാരണം ഷൂട്ട് ഇങ്ങനെ നീണ്ടു പോയപ്പോൾ ഡയറക്ടർക്ക് ഒരു ആലോചന, തെരി തന്നെ 10 പടത്തിന്റെ റീമേക്കാണ്, പിന്നെ നമ്മളെന്തിന് തെരി റീമേക്ക് ചെയ്യണം? അതുകൊണ്ട് തെരിക്കാത്ത കൊള്ളാവുന്ന സീൻ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ കിട്ടിയ 3 കൊല്ലത്തിൽ എഴുതി മാറ്റി അവസാനം വന്നപ്പോഴത്തേക്കും തിരുവനന്തപുരത്തോട്ടാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് തൃക്കൊടിത്താനം കവിളിൽ പാവിരിച്ച് കിടന്നു എന്ന് പറയുന്ന അവസ്ഥയായി പടത്തിന്. പിന്നെ ഡയറക്ടർ ഹരീഷ് ശങ്കർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേരും പവർ സ്റ്റാറും കൂടെ ഇതിനു മുമ്പ് ചെയ്ത ഗബ്ബർ സിംഗ് എന്ന് പറഞ്ഞ പടത്തിന് അതൊരു അന്താക്ഷരി സീനുണ്ട്. ആ സീനാണ് അറ്റ്ലി തെരിയിലെടുത്ത് ഗുണ്ടകളെ കൊണ്ട് നഴ്സറി റൈം പറയുന്ന സീനാക്കിയത്. അപ്പൊ പിന്നെ ഞാൻ എന്തിന് അറ്റ്ലിയുടെ പടം കോപ്പി അടിക്കണം എന്നാണ് ഹരീഷ് ശങ്കർ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ അന്താക്ഷരി സീൻ കണ്ടിട്ടുണ്ടോ? കണ്ടു നോക്കണം, ഏതാ ലെവല്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന പവർ സ്റ്റാറിന്റെ ടൈറ്റിൽ കാർഡാണ്. നാട്ടിൽ ഓരോ സ്റ്റാറുകൾക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ കാർഡ് കൊണ്ടുവരാമെന്ന് ആൾക്കാർ ആലോചിച്ച് തെക്കും അടക്കം നടക്കുമ്പോഴത്തേക്കും പവർ സ്റ്റാറിന്റെ ഫാൻ ബോയ്സ് മാത്രം ഒരുമാതിരി ആക്രക്കടയിൽ കൂടെ കാന്തം കൊണ്ടുപോലത്തെ ഓരോ ടൈറ്റിൽ കാർഡും കൊണ്ടുവരും. ജിയിലൊക്കെ അങ്ങനെയായിരുന്നു. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പവർ സ്റ്റാർ മുള്ളുന്നുണ്ട്. പവർ സ്റ്റാറിന് മുള്ളുണ്ട്. പിന്നെ ഇമ്മാതിരി സ്ക്രാപ്പ് ഒക്കെ വെച്ച് ഇങ്ങനെ ടൈറ്റിൽ കാർഡ് ഉണ്ടായി കൊടുക്കണമെങ്കിൽ അവരങ്ങനെ കൊടുക്കുന്ന ബഹുമാനം ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഇതൊന്നും കണ്ടാൽ നമ്മുടെ മനസ്സ് തളരില്ല. കാരണം നമ്മൾ ഇതിനേക്കാൾ കിടിലൻ ടൈറ്റിൽ കാർഡുകൾ കണ്ടാണ് വളർന്നത്. ഇനി ശരിക്കും പടം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പാസക്കാരൻ ഹെഡ് മാസ്റ്ററിനെയാണ്. പാസം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, നെഞ്ച് നക്കുന്ന ലെവൽ പാസം. ഇങ്ങനെ ഒരു കാട്ടുമുക്കിലോട്ട് ഇടിച്ചു കയറിയിട്ട് നിങ്ങളുടെ പിള്ളേരെ സ്കൂളിലോട്ട് വിട്ടാൽ കാശ് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് ലേലം വിളിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാശ് എത്ര വേണമെങ്കിലും തരാം, നിങ്ങളുടെ പിള്ളേരെ സ്കൂളിലോട്ട് വിട്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞൊരു റാൻഡം ഡ്യൂഡ് ഒരു ദിവസം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ട് ഡൗട്ട് അടിക്കില്ലേ? പക്ഷെ അവിടെ അങ്ങനെയല്ല, എല്ലാവരും പച്ച മനുഷ്യരാണ്. അങ്ങനെ മണിക്കൂർ റേറ്റിന് പിള്ളേരെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പാസക്കാരൻ ബ്ലാക്ക് ഫോറസ്റ്റ് വഴി തിരിച്ചു പോകുമ്പോഴാണ് 2 പേര് അയ കിട്ടുന്ന കയറുമായിട്ട് 5 പേര് ഒരു ആനയെ പിടിക്കാൻ നോക്കുന്നത് കാണുന്നു. നമ്മുടെ പാസക്കാരൻ അവിടെ ചെന്ന് കൂടി കൊടുത്തിട്ട് അയ്യോ മോനെ, ആനയെ പിടിക്കുന്ന കാശ് സ്കൂളിൽ വന്നാൽ തരാന്നൊക്കെ പറഞ്ഞ ഒരു അടവിറക്കി നോക്കി. അവന്മാർ തെണ്ടികളാണെങ്കിലും മണ്ണുണ്ണികളല്ല. അവന്മാർ അങ്ങനെ അടിച്ച് ദൂരെ കളഞ്ഞിട്ട് വീണ്ടും അവന്മാരുടെ പണിയിലേക്ക് കിടക്കും. അപ്പൊ അവിടേക്ക് രക്ഷകനായിട്ട് വരികയാണ് നമ്മുടെ ലിറ്റിൽ പവർ സ്റ്റാർ. അടിയൊക്കെ പുലിമുരുകൻ സ്റ്റൈലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ നരന്തി ഇറക്കം പച്ച വെളിച്ചത്തിൽ 5-6 പേരെ അങ്ങ് കാച്ചി കളഞ്ഞേ. അപ്പൊ പക്ഷെ ഇതും നമ്മുടെ പാസക്കാരൻ ഹെഡ് മാസ്റ്റർ കണ്ടു. അങ്ങേര് നോക്കിയപ്പോ കൊള്ളാം, കവ കീറാതെ ഓടിച്ചാടി നടന്ന് 50 ആളെ കൊല്ലുന്നു. കൊള്ളാം മോനെ, നീ സ്കൂളിലോട്ട് വന്ന് മതി, മനസ്സിലായി. അപ്പൊ ഈ കൊലയാളി മോനാണ് നമ്മുടെ ഹീറോ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഹീറോയ്ക്ക് ഫാദർ നെഹി, മദർ നെഹി, പേരും നെഹി. അങ്ങനെ നമ്മുടെ പാസക്കാരൻ ഹെഡ് മാസ്റ്റർ ഇവനെ എടുത്ത് വളർത്തിയിട്ട് ഒരു പേരും കൊടുക്കും. ഇവന്റെ ഡാഡി ഡെഡ് ആവുന്നതിന് മുന്നേ ഒരു ഉസ്താദായിരുന്നു. ആൻഡ് ഇവന് ഭഗത് സിംഗിനെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവന്റെ പേര് ഉസ്താദ് ഭഗത് സിംഗ്. മനസാക്ഷി ഉണ്ടോടെ? ഇതൊക്കെ ഒരു റീസണാണ്. ഇതേപോലെ ഒരു കാര്യം മലയാളത്തിൽ ചെയ്തിട്ട് അതിന്റെ ക്ഷീണത്തിൽ നിന്ന് മലയാളക്കാരെ ഇന്നേ വരെ എഴുന്നേറ്റിട്ടില്ല. സാറേ, വിക്കി എന്നാണ് അവന്റെ പേര്. അവന്റെ അച്ഛനൊരു പീഡികയുണ്ട്, അതുകൊണ്ട് എല്ലാവരും അവനെ വിക്കിപീഡിയ എന്ന് വിളിക്കുന്നത്. അത് ശരി. അപ്പൊ നമ്മുടെ പാസക്കാരൻ നാട്ടുകാരുടെ പിള്ളേരെ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞ ചീഫ് മിനിസ്റ്റർ അങ്ങേരെ പാർട്ടിയിലോട്ട് വിളിക്കും. അങ്ങേരെ അപ്പൊ തന്നെ പെട്ടിയും പാക്ക് ചെയ്ത് സ്ഥലം വിടും. അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് പോയ ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കയറി വന്ന് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി വരെയാവും. അപ്പൊ ഒരു മുഖ്യമന്ത്രി ആകുമ്പോഴത്തേക്കും ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അങ്ങനെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ വെച്ച് അങ്ങേർക്ക് വെടികൊള്ളും. ഇങ്ങേര് ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടപ്പിലായതുകൊണ്ട് വേറൊരു മാമനെ CM ആക്കാൻ തീരുമാനിക്കും. പക്ഷെ അങ്ങേരും വടിയാവും. പക്ഷെ ഇതൊക്കെ ചെയ്ത് നമ്മുടെ വില്ലൻ പാർത്ഥിപൻ സാറാണ് CM ആവാനായിട്ട്. പിന്നെ ആളെ പറ്റി പറയുകയാണെങ്കിൽ ആള് മെന്റലി ഭയങ്കര സ്റ്റേബിൾ ആണ്. ഉദാഹരണത്തിന് ഒരു ദിവസം അങ്ങേര് അമ്പലത്തിൽ ഒരു ജോത്സ്യനോട് ചോദിക്കും അങ്ങേര് ഈ അടുത്ത് അങ്ങനെ CM ആകുമെന്ന്. ജോത്സ്യൻ തന്നെ അല്ലറ ചില്ലറ തട്ടിപ്പൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. അങ്ങനെ പിടിച്ചു നിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ഇപ്പൊ എന്ത് പറയുന്നത്? അതുകൊണ്ട് അങ്ങേര് കൈ ഒത്തു പിടിച്ച് നോക്കിയിട്ട് പറയും പ്രവൃത്തി ഗുണം കൊണ്ട് കയ്യിലെ കുറച്ച് രേഖകൾ കുറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൺഫേം CM ആണെന്ന്. ഇത് പറഞ്ഞതിന് ആ മാന്യ അദ്ദേഹം എന്ത് പ്രവൃത്തിയാണ് പ്രയോഗിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അവിടെ നിശ്ചലമായിരുന്ന ഒരു നാളികേരം നടുവേ പിളർത്തി അത് വെച്ച് കയ്യിൽ രേഖ ഉണ്ടാക്കാനുള്ള ശസ്ത്രക്രിയ നടത്തും. സിമ്പിൾ. പക്ഷേ ഈ തേങ്ങാ ജോത്സ്യത്തിലൊക്കെ എന്തോ സത്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങേര് ശരിക്കും CM ആയി. അപ്പൊ ഈ വട്ട് CM-ന് ഒരു തൊട്ടി മോനുണ്ട്. അവൻ കഞ്ചാവ് അടിക്കാൻ കാട്ടി വന്നപ്പോഴാണ് അറിയുന്നത് ഡിന്നറിനും അടുത്ത സംക്രാന്തിക്കും ചേർത്ത് അടിക്കാനുള്ള കഞ്ചാവ് മുഴുവൻ പോലീസ് തൂത്തുവാരിക്കൊണ്ട് പോയെന്ന്. അങ്ങനെ പോലീസ് മാത്രം ഫ്രീ ആയിട്ട് കഞ്ചാവ് അടിക്കണ്ടെന്ന് പറഞ്ഞ് ഡാഡീസ് പ്രിൻസ് മോൻ കഞ്ചാവ് തിരിച്ചു മേടിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലും. ഈ സീനിലോട്ട് നായകൻ വരുന്ന ഒരു ഗുമ്മില്ലല്ലോ. അതുകൊണ്ട് ഒരാവശ്യമില്ലാതെ അവിടുത്തെ ഒരു കോൺസ്റ്റബിളിന്റെ ഭാര്യയും മോളെയും കൊണ്ടുവന്ന് സീനിലോട്ട് വെക്കും. എന്നിട്ട് വില്ലന്മാരെ കൊണ്ട് അവരെ ഹരാസ് ചെയ്യിപ്പിക്കും. ഇനി 40 കഴിഞ്ഞ സ്ത്രീയെ ഹരാസ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് സിമ്പതി വന്നില്ലെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള കൊച്ചിനെ ഹരാസ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? അങ്ങനെ എന്തെങ്കിലും തൊട്ടി പരിപാടിയൊക്കെ മതി നായകന് വരാനായിട്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ നായകൻ പണ്ട് 5 പേരെ തട്ടിയ കാട്ടിൽ തെക്കും വടക്കും അറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ടും അങ്ങേര് കറക്റ്റ് ടൈമിലെത്തി എല്ലാ എണ്ണത്തിനും വെട്ടിക്കൂട്ടി. എങ്ങനെയാണെന്ന് നിങ്ങളുടെ വിചാരം? അങ്ങേര് കോമ്പസ് ഒക്കെ വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ നീതിക്കെതിരെ നിൽക്കുന്നവരൊക്കെ ഇരുത്തി കൊല്ലുന്ന പണി കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടിലെ പിള്ളേർക്ക് ഭഗവത്ഗീത ക്ലാസ് എടുത്ത് കൊടുക്കും. ലൈക്ക് ഏക്കേതാ പോക്കേതാന്ന് അറിയാത്ത പിള്ളേരെ വെറും വയറ്റിൽ പിടിച്ചിരുത്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങനെ ഈ ലൂസിന്റെ ലൂസ് വേൾഡിലോട്ട് ടൈറ്റ് മോറൽസ് ആയിട്ട് വരികയാണ് നമ്മുടെ റാഷി ചേച്ചി. ഇവർ ഈ പടത്തിൽ എന്തിനുണ്ട് എന്നുള്ളതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് വരുന്നവർക്ക് 1.5 കിലോ ചക്കിലാട്ടി ആവണം കാണാൻ ഞാൻ ഫ്രീ ആയിട്ട് തരും. ലൈക്ക് ഒരു പർപ്പസും ഇല്ല. റാഷി ചേച്ചി ഒരുത്തനെ പ്രേമിച്ചു, പക്ഷെ അവൻ ലവളെ പ്രേമിക്കാതെ ലവളുടെ ചേട്ടനെ പ്രേമിച്ചു. അപ്പൊ അതിന്റെ ഡിപ്രഷനിൽ, അതായത് ഡീപ് ഡിപ്രഷനിൽ റാഷി ചേച്ചി വെളുപ്പിനെ എഴുന്നേറ്റ് 5 കുട്ടി മേക്കപ്പ് ഇട്ട് കാടിന് നടക്കും പുഴയുടെ പക്കത്തും ഒക്കെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും, തെറാപ്പി എന്നുള്ള പേരിൽ. പിന്നെ അറിയാലോ, റിയൽ മെൻ ഡോൺ ക്രൈ ദേ ജസ്റ്റ് മൂവ് ഓൺ ആയതുകൊണ്ട് പവർ സ്റ്റാർ വന്ന് തെറാപ്പിയും സൈക്കോളജിനൊക്കെ കുറെ പുച്ഛിച്ച് സംസാരിച്ചിട്ട് റാഷി ചേച്ചിയുടെ തല പിടിച്ചൊന്ന് കുടിക്കുമ്പോഴത്തേക്കും ബ്രെയിൻ സെറ്റായി. അങ്ങനെ ഡീപ് ഡിപ്രഷനിൽ നിന്ന് സെക്കൻഡുകൾ കൊണ്ട് റാഷി ചേച്ചി പാർട്ടി മൂഡിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. ഈ പോർഷനെ വെച്ച് തന്നെ പവർ സ്റ്റാർ ഹോമോസെക്ഷാലിറ്റി അംഗീകരിക്കുന്ന ആളാണെന്നും സ്ത്രീ ശാക്തീകരണത്തിന് അംഗീകരിക്കുന്ന ആളാണെന്നും ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണെന്നും ഒക്കെ ഒരു കാരണമില്ലാതെ പോണ പോക്കിൽ നമ്മുടെ അണ്ണാക്കി തള്ളിത്തരും. പടം തുടങ്ങി 1 മണിക്കൂറായിട്ട് ഈ പമ്പരത്തേപ്പി തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. 1 മണിക്കൂറായപ്പോഴാണ് ഡയറക്ടർക്ക് ഓർമ്മ വന്നത്, അയ്യോ എന്തെങ്കിലും ഒരു കഥ പറയണമല്ലോ എന്ന്. അങ്ങനെ ഒരു കഥയും കൊണ്ടുവരും. അതായത് നമ്മുടെ പവർ സ്റ്റാർ ദിക്ക് കണ്ടുപിടിച്ച് ഡിക്കി അടിച്ച് പൊളിച്ച നമ്മുടെ പാർത്ഥിപൻ സാറിന്റെ മോനുണ്ടല്ലോ, അവനെ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ടെറസ് ഗ്രൂപ്പ് വരും. അവരന്വേഷിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പവർ സ്റ്റാർ ആണ് ചെറുക്കനെ തൂക്കിയെന്ന്. അപ്പൊ ചെറുക്കനെ തിരിച്ചിട്ടാനായിട്ട് അവരെന്ത് ചെയ്യുമെന്ന് അറിയോ? അവർ കഴക്കൂട്ടം തത്തയുടെ പടം പിടിച്ചുകൊണ്ടിരുന്ന റാഷി ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും പവർ സ്റ്റാർ ഇനി റാഷി ചേച്ചിയെ കൊണ്ടുപോയ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അടി ഉണ്ടാക്കുന്നു. പക്ഷെ പവർ സ്റ്റാറിന് റാഷി ചേച്ചിയെ കൊണ്ടുപോയ സ്ഥലം അറിയില്ലല്ലോ, മാത്രമല്ല മറ്റേ കോമ്പസും കയ്യിലില്ല. അപ്പൊ ഒരു പ്ലാൻ ഇടുമ്പോൾ വൃത്തിയായിട്ട് ഇടണമല്ലോ. അതുകൊണ്ട് വില്ലന്മാര് തന്നെ വന്ന് പവർ സ്റ്റാറിനെ അങ്ങ് തട്ടിക്കൊണ്ടു പോകും. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ പിന്നെ എന്തിനാ തള്ള തട്ടിക്കൊണ്ടു പോകുന്നത്? ആദ്യമേ ഇങ്ങനെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാൽ പോരായിരുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന പവർ സ്റ്റാറിനെ നേരിട്ട് കാണണമെന്ന് തീവ്രവാദികളുടെ തലവൻ ഒരു ആഗ്രഹം. വയസ്സാം കാലത്ത് കളവന്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് അവർ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ അങ്ങേരാണെങ്കിൽ തലവരെ നീങ്ങളാ ലെവൽ പെർഫോമൻസ്. അങ്ങേർക്ക് അവസ്മാരത്തിന്റെ അസുഖമാണെന്ന് പറഞ്ഞ് ഈ ചെറുക്കൻ തോക്കെടുത്ത് വെടിവെക്കാൻ പോകുമ്പോഴത്തേക്കും അവന്റെ പുറകെ നിൽക്കുന്ന കഞ്ചാവ് ഡീലർ അവനെ അടിച്ചിടും. എന്നിട്ട് പവർ സ്റ്റാറിനെ നോക്കി സല്യൂട്ടി. കയ്യിലെ കെട്ടഴിച്ചതും പവർ സ്റ്റാർ പറയും ഒരു ടീ കൊണ്ടുവരാൻ പറയാം. ഡേ ഇതെന്തോന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ, ഈ കാട്ടുമുക്കിൽ ചായയൊക്കെ അല്ല ചായ ഇത് ഒന്നുമില്ല. അങ്ങനെ ചായ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെ അസിസ്റ്റന്റ് അങ്ങ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തിന് അടിച്ചിട്ടുണ്ടാവില്ല, അമ്മാതിരി സ്പീച്ച്. എന്നാ ഇവിടെ ഇത്ര എണ്ണം തോക്കും കൊണ്ട് നിൽക്കുക, ഒറ്റ ഒരുത്തനെങ്കിലും വെടിവെച്ചാൽ നോക്ക്. അവസാനം പവർ സ്റ്റാറിന് മനസ്സിലായി വെടി നടക്കണമെങ്കിൽ അങ്ങേര് തന്നെ തുടങ്ങി വെക്കണമെന്ന്. അങ്ങേര് ഒരു ടേബിളിൽ തട്ടുന്നു, തോക്കുകൾ പറക്കുന്നു. അങ്ങേര് ആ തോക്കൊക്കെ എടുത്തിട്ട് പല ടൈം ലൈനിലാണ് വെടിവെക്കുന്നത്. അതായത് ആദ്യം അങ്ങേര് ഗുണ്ടകളുടെ മുകളിലോട്ടുള്ള ഷാൻഡലിയർ വെടിവെച്ചിടും. പക്ഷെ തൊട്ടടുത്ത ഷോട്ടിൽ അങ്ങനെ ഒരു ഷാൻഡലിയറേ ഇല്ല. ആദ്യം നേരെ വെടി കൊണ്ട് വീണെടുത്ത് ഗുണ്ടകൾ കുറച്ച് കഴിയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വെടി കൊണ്ട് വീഴാൻ തുടങ്ങും. അങ്ങനെ എന്തൊക്കെയോ പ്രാന്തൊക്കെ കാണിക്കുന്നതാണ്. കാരണം എന്താ, പവർ സ്റ്റാറിനെ ഷൂട്ടിങ്ങിന് കിട്ടാത്തതുകൊണ്ട് ഗുണ്ടകളെ മുഴുവൻ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് പവർ സ്റ്റാറിനെ പിന്നെ എപ്പോഴോ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തിട്ട് 2 സീനും കൂടെ മാച്ച് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇതേപോലത്തെ ഒരു തലേ ദിവസത്തെ കിച്ചടി വൈബ്. അപ്പൊ ഇങ്ങനെ ചറപറ വെടി നടക്കില്ലേ, അതായത് കണ്ടിന്യൂസ്ലി വെടി വെച്ചില്ലെങ്കിൽ ചത്തു പോകുന്നുള്ള അവസ്ഥയിൽ പവർ സ്റ്റാർ സെക്കൻഡിൽ 50 വെടി വയ്ക്കുന്ന മെഷീൻ ഗൺ കളഞ്ഞിട്ട് മണിക്കൂറിൽ 5 വെടി വയ്ക്കുന്ന ഷോർട്ട് ഗൺ കയ്യിലെടുക്കും. പിച്ചാത്തി എടുക്കാത്തത് ഭാഗ്യം. അങ്ങനെ വെടിയൊക്കെ കഴിഞ്ഞ റാഷി ചേച്ചിയെ സീക്രട്ട് അസിസ്റ്റന്റ് ഒരു തേക്ക് കൂപ്പിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തൊട്ടടുത്ത സൂപ്പർ ഫാസ്റ്റ് പിടിച്ച് വീട്ടിൽ പൊക്കോളാൻ പറയും. പക്ഷെ അപ്പോഴേക്കും ചേച്ചി എങ്ങനെ പുറകെ നിന്ന് വിളിക്കും. ബസ് കൂലി ചോദിക്കാനാണ് വിളിച്ചതെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അവിടെയൊക്കെ എല്ലാ തള്ളമാർക്കും ബസ് യാത്ര ഫ്രീ ആണ്. ഇത് അതിനല്ല, ഫ്ലാഷ് ബാക്ക് അറിയാനാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ലോങ് അഗോ നോബഡി റിമെമ്പേഴ്സ് ഹൗ ലോങ് അഗോ ഒരിടത്ത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് നാട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ഒരു ദൈവപ്രീതി യാത്ര നടക്കുകയാണ്. എല്ലാവരും ഹാപ്പി, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഡിസ്കോ ഡാൻസ് കളിക്കുന്നു. പക്ഷെ അവിടേക്ക് കുറെ എണ്ണം വെള്ളം അടിച്ച് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും. വെള്ളം അടിച്ച് നല്ല പ്രശ്നം. അതിലൊരുത്തൻ കയറി വന്ന് അവിടെ നിന്നൊരു മാമന്റെ സാരി വലിച്ചൂരി. ഭയങ്കര ഇമോഷണൽ സീനാണെന്ന് കാണിക്കാനായിട്ട് പാൻക്രിയാസ് ഒക്കെ കരിഞ്ഞു പോകുന്ന ഒരു ബീജം ഇട്ടിട്ടുണ്ട്. അങ്ങനെ വസ്ത്രാക്ഷേപമൊക്കെ കഴിഞ്ഞിട്ട് യവന്മാർ ഒരു കാര്യമില്ലാതെ ചുറ്റിയെ വെച്ച് തെക്ക് വടക്കങ്ങ് അടി തുടങ്ങി. അതിനകത്തൊരുത്ത മണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയിട്ട് ഒരു സ്വാമിയുടെ കഴുത്തിൽ ചുറ്റിയെ പൂഴ്ത്തി വെച്ചിട്ട് പറയും, ഇനി പറയടാ നിന്റെ മന്ത്രവും. ഇത് കേട്ടതും ആ കളവൻ ആംപ്ലിഫയർ വെച്ചാൽ പോലും വരാത്തത്ര ഒച്ചയിൽ മന്ത്രം പറയാൻ തുടങ്ങും. ഡേ ഒരു ചുറ്റിയെ മുറുക്കി പിടിക്കാൻ വക്കില്ല, നീയൊക്കെ ഒരു ഗുണ്ടയുടെ ഡേ പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. അപ്പൊ എന്തായാലും ആവൽഘട്ടങ്ങളിൽ പവർ വരാനാണല്ലോ നമ്മൾ മന്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ പവർ വരാനായിട്ട് പറഞ്ഞ മന്ത്രം കേട്ട് പവർ സ്റ്റാർ വരും. ഈ പടം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ പവർ സ്റ്റാറിന്റെ എൻട്രി വൻ നൂക്ക് മെറ്റീരിയൽ ആയിരുന്നു. അതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ ഊക്ക് കിട്ടാതിരിക്കാൻ അവർ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്തു. അതായത് പവർ സ്റ്റാർ വരുമ്പോൾ ആദ്യം അങ്ങനെ ജീപ്പിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങും. എന്നിട്ട് തൊട്ടടുത്ത ഷോട്ടിൽ ഓൾറെഡി പുറത്തിറങ്ങി ഇങ്ങനെ വീണ്ടും ജീപ്പിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് ചാടുന്ന പോലെ ഒരു ഷോട്ട് വരും. ഇത് എന്താ ഇങ്ങനെയെന്ന് ഡയറക്ടറോട് ചോദിച്ചപ്പോൾ ഡയറക്ടർ പറയാ, ഒരു ഷോട്ട് ഞാൻ എടുത്തു, വേറൊരെണ്ണം സ്റ്റൺ മാസ്റ്റർ എടുത്തു, എനിക്ക് 2 ഷോട്ടും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് 2 ഞാനങ്ങ് വെച്ചെന്ന്. എങ്ങനെ ഇരിക്കുന്ന ആ ലെവലാണ് ഫിലിം മേക്കിംഗ്. അങ്ങനെ മന്ത്രം കേട്ട് വന്ന പവർ സ്റ്റാർ എല്ലാ എണ്ണത്തിനെ പട്ടാപ്പകൽ അവിടെ ഇട്ട് തന്നെ വെട്ടിയും കുത്തി അങ്ങ് കൊന്നു. എന്തിനു വേണ്ടി?
വിശ്വാസ സംരക്ഷണത്തിന്. അത് നോട്ട് ചെയ്യണം, അതാണ് പോയിന്റ്. എന്നിട്ട് പവർ സ്റ്റാർ ഗുണ്ടകളോട് ചോദിച്ചു, ഇത്ര നാച്ചുറൽ ആയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആരാടാ നിന്നെയൊക്കെ പറഞ്ഞു വിട്ടതെന്ന്. അപ്പൊ ഗുണ്ട പറയും പാർത്ഥിവൻ സാറാണ്. പവർ സ്റ്റാർ നേരെ പാർത്ഥിവൻ സാറിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലും. നമ്മളൊക്കെ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ പൊതുവെ കോളിംഗ് ബെൽ അടിക്കാറല്ലേ പതിവ്. പക്ഷെ പവർ സ്റ്റാറിന് അറിയാം ഇവിടുന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞാൽ രണ്ടാം നിലയിൽ കേൾക്കണമെന്നില്ല. അതുകൊണ്ട് പവർ സ്റ്റാർ തോക്കെടുത്ത് അങ്ങ് വെടി വെക്കാൻ തുടങ്ങും. ഈ വെടിയുടെ ശബ്ദം കേട്ട് പാർത്ഥിവൻ സാർ പതിയെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്റെ വീട്ടിനകത്ത് കൂളിംഗ് ഗ്ലാസ് എന്തിനാളാ? അങ്ങനെ കാര്യം കാണാൻ ആരെയും കൊല്ലാൻ തയ്യാറായ പവർ സ്റ്റാറും കാര്യം കാണാനായിട്ട് സ്വയം കൊല്ലാൻ പോലും മടിയില്ലാത്ത പാർത്ഥിവൻ സാറും ആദ്യമായിട്ട് നേർ കാണുകയാണ്. പക്ഷെ പാർത്ഥിവൻ സാറിന് ഒരു ഡൗട്ട്. അങ്ങനെ ചോദിക്കും, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് പോലും എന്നോട് ചോദിക്കാൻ എന്റെ വീട്ടിനകത്ത് കയറാറില്ല, നീ എങ്ങനെ കയറിയെന്ന്. അതിന് പവർ സ്റ്റാർ പറയും, പ്രളയം പെർമിഷൻ ചോദിക്കില്ല, അണുപോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കില്ല. അണ്ണാ എന്റെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഒരു സാധനം. മര്യാദയുള്ളവന് മൈദ വേണ്ട, കഴിവുള്ളവന് കിഴങ്ങ് വേണ്ട. ഭാഷ കൊള്ളാം, പുരാണവും ചരിത്രവും ഒക്കെ നല്ല വശമുണ്ടല്ലേ. അങ്ങനൊന്നുമില്ല, വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂടും. എന്നിട്ട് പവർ സ്റ്റാർ അവിടെ നിന്ന് കുറേ ലെക്ചർ അടിക്കും. CM ആവാൻ എല്ലാവർക്കും കാണും പ്രതീക്ഷ, പക്ഷെ ചിലർക്കേ കാണും യോഗ്യത എന്നൊക്കെ. റിയൽ ലൈഫ് പാരലൽ. എന്നിട്ട് പവർ സ്റ്റാർ അവിടെ വെച്ച് പാർത്ഥിവൻ സാറുമായിട്ട് വാർ ഡിക്ലെയർ ചെയ്യാണ്. അതിനായിട്ട് തോക്കെടുത്ത് നേരെ മുകളിലോട്ട് വെടിവെച്ചപ്പോൾ പുറകിലിരുന്ന് പാർത്ഥിവൻ സാറിന്റെ ഫോട്ടോ വന്ന് താഴെ വീഴും. പാർത്ഥിവൻ സാർ ആ ഫോട്ടോ പിടിച്ച് ചില്ലെടുത്ത് ഓഡിയൻസിന് നേരെ എറിയുന്നിടത്ത് ഇന്റർവെല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എഴുന്നേറ്റ് ഓടാത്ത വല്ലവനും ഉണ്ടെങ്കിൽ അവന് ഈ കുപ്പിച്ചില് പേടിച്ച് എഴുന്നേറ്റ് ഓടട്ടായിരുന്നു. കാഞ്ഞ ബുദ്ധി തന്നെ അണ്ണാ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇന്റർവെല്ലിന് ശേഷം നമ്മൾ നമ്മുടെ പാസക്കാരൻ ഹെഡ് മാസ്റ്ററിനെ വീണ്ടും കാണുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കണ്ടതും പവർ സ്റ്റാർ എന്നങ്ങനെ കാലി വീഴും. അപ്പോൾ അങ്ങേര് പറയുകയാണേ, ഒരിക്കൽ കാക്കിയിട്ടാൽ പിന്നെ ഒരു രാഷ്ട്രീയക്കാരന്റെ മുന്നിലും കുനിഞ്ഞു നിൽക്കരുതെന്ന്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനെ കണ്ട് സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ അപ്പം അടിച്ച് കൈ തരും. അപ്പോഴാണ് ഇമ്മാരി ഡയലോഗൊക്കെ. പക്ഷെ എന്തായാലും പവർ സ്റ്റാറിനും പലചരക്ക് കടയൊന്നും ആവാഞ്ഞത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കൽ പലചരക്ക് കട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രാഷ്ട്രീയക്കാരന്റെ മുന്നിലും കുനിഞ്ഞു നിൽക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പാർത്ഥിവൻ സാറിന്റെ മൂത്ത മോൻ സ്റ്റേഷനിലോട്ട് കയറി വന്ന ആകെ അലമ്പ്. എന്റെ ഡാഡിയെ ബാഡ് വേർഡ്സ് പറഞ്ഞത് ഏത് അങ്കിൾ ആണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ പവർ സ്റ്റാർ ചായ ഗ്ലാസ്സുമായിട്ട് വരും. യമ ഒരു കാര്യമില്ലാതെ ഗ്ലാസ്സിൽ വിരലിട്ട് അതെറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഗ്ലാസിന്റെ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി ഒരു ക്ലാസ് എടുക്കും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. തിരിച്ച് പവർ സ്റ്റാർ ആ പൊട്ടിയ ഗ്ലാസ് എടുത്ത് അവന്റെ കയ്യും കാലും കയറിയിട്ട് ഗ്ലാസിന്റെ ഹൈഡ്രോ തെർമൽ പ്രോപ്പർട്ടീസിനെ പറ്റി അങ്ങനെയും കുറെ ഡയലോഗ് അടിക്കും. ഗ്ലാസ് പൊട്ടിയ ഷാർപ്പാകും, കണ്ണി കാണൂല, പക്ഷെ കണ്ണി കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണൂല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയും. ചേട്ടാ ഇവന്മാരെന്തിനും ഒരാവശ്യമില്ല ചില്ല് ഗ്ലാസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് തപ്പിപ്പോയപ്പോഴാണ് പവർ സ്റ്റാറിന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ ഇലക്ഷൻ സിംബലാണ് ചില്ല് ഗ്ലാസ്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. അപ്പോൾ ഹോമോസെക്ഷൽ സപ്പോർട്ടായി, സ്ത്രീ ശാക്തീകരണ സപ്പോർട്ടായി, ജനറൽ മതസംരക്ഷണമായി, ഇനി സ്പെസിഫിക് മതസംരക്ഷണം. അതിനായിട്ട് ഒരു ദിവസം ചുമ്മാ വീട്ടിലിരിക്കുന്ന പവർ സ്റ്റാറിന്റെ അടുത്തോട്ട് കുറെ പിള്ളേർ വന്നിട്ട് ജയ് ശ്രീറാം എന്ന് പറയും. എന്നിട്ട് ഒരു പൊട്ടും വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ പൊട്ടും കുറിയായിട്ട് അങ്ങേരെ അപ്പം തന്നെ ഒരു മുസ്ലിം തീവ്രവാദിയെ പിടിക്കാൻ പോകും. ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. അങ്ങോട്ട് ജീപ്പിൽ ചെല്ലുന്ന പവർ സ്റ്റാർ ജീപ്പിൽ നിന്ന് ഒരു ജമ്പ്. ആക്ച്വലി അതായത് നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു, എന്നിട്ട് നമ്മൾ ഡോർ തുറന്ന് ഇങ്ങനെ ഇറങ്ങുന്നു. അങ്ങനല്ലേ പവർ സ്റ്റാർ? അങ്ങനെയല്ല. പവർ സ്റ്റാറിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മുകളിലത്തെ കമ്പിയിൽ പിടിച്ച് പുറകോട്ട് ആഞ്ഞ് ബാലൻസ് ചെയ്തിട്ട് കാല് കീണി തട്ടാതെ ഇങ്ങനെ എടുത്തൊരു ജമ്പ്. ലൈക്ക് എന്തിനാ? ചുമ്മാ ഇറങ്ങിയാൽ പോരെ. അത് മാത്രമല്ല ഇങ്ങനെ അങ്ങോട്ട് ചാടിയപ്പോഴത്തേക്ക് ആരും കണ്ടുമില്ല, എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിരിക്കുകയായിരുന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ പവർ സ്റ്റാർ സ്റ്റൈലായിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ടെററിസ്റ്റിനെ വിട്ടുതരാൻ പറയുന്നു. അപ്പൊ അവർ തരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു തീരുമാനം ആയില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ അപ്പോഴേക്കും പവർ സ്റ്റാർ അവിടുത്തെ മെയിൻ ഡോണിനെ അങ്ങ് വെടിവെക്കും. എന്നിട്ട് പറയും, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ടെററിസ്റ്റിനെ വിട്ടുതരാം. ഇല്ല എനിക്ക് മനസ്സിലായില്ല, വെടിവെക്കാനാണെങ്കിൽ നേരെ ആ ടെററിസ്റ്റിനെ തന്നെ അങ്ങ് വെടിവെച്ചാൽ പോരെ. എന്തായാലും അവരുടെ മെയിൻ ഡോണിനെ തട്ടിയിട്ട് പോലും അനങ്ങാതെ അവന്മാര് ടെററിസ്റ്റിനെ കൊണ്ടുപോകുമ്പോൾ ഒന്നും ചെയ്യാനൊന്നും പോണില്ല. പക്ഷെ നമ്മൾ ഇതിലെ ലോജിക് അല്ല നോക്കേണ്ടത്. കുറി തൊട്ടൊരു ശ്രീരാമ ഭക്തൻ അക്രമം വിതയ്ക്കുന്ന ഒരു മുസ്ലിമിനെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ നടുക്കൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടു നോക്കൂ, എല്ലാം ശരിയാവും. ഇത് കഴിഞ്ഞിട്ടുള്ള സീനാണ് ഏറ്റവും വലിയ കോമഡി. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റാൻഡമസ്റ്റ് ഷിറ്റ്സ് ഐ ഹാവ് എവർ സീൻ ഇൻ എ മൂവി. അതായത് പവർ സ്റ്റാർ ഇങ്ങനെ ഒരു കാര്യമില്ല ഒരു കഫേലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറകെ ഇരുന്ന രണ്ടുപേരും ഭാരത് മാതാക്കി ജയ് എന്ന് പറയില്ല എന്നൊരു ഡയലോഗ് അടിക്കും. അത് പവർ സ്റ്റാറിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങേര് തോക്കെടുത്ത് മാനത്തോട്ട് വെടിവെച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന് പറയിപ്പിക്കും. ആരാടാ ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഡെയിലി തോക്കൊക്കെ കൊടുത്തു വിട്ടത്? പിന്നെ ഒരു കാര്യമുണ്ട്, പവർ സ്റ്റാർ വെടിവെച്ചാൽ കൊള്ളുമെങ്കിലും ചെയ്യും. പക്ഷേ ഇങ്ങനെ റെസിസ്റ്റൻസ് ആ കാര്യത്തിലും ശോകമാണ്. ഉദാഹരണത്തിന് പാർത്ഥിവൻ സാറിനെ സഹായിക്കുന്ന ഹിന്ദു ഗുണ്ട ടീമിനെ പിടിക്കാനായിട്ട് പവർ സ്റ്റാർ പ്ലാൻ ഇടും. അവരുടെ പേര് ശിവകാശി ബ്രദേഴ്സ്. പേരിൽ തന്നെ എല്ലാം ഉണ്ടെങ്കിലും പവർ സ്റ്റാർ പിന്നെയും ചോദിക്കും, അതെന്താണ് ഈ ശിവകാശി ബ്രദേഴ്സ്? വൈ ഈസ് ദാറ്റ് നീ? അപ്പൊ അപ്പുറത്ത് നിന്നവൻ പറയും, സാർ ഒരുത്തന്റെ പേര് ശിവ, വേറൊരുത്തന്റെ പേര് കാശി, പിന്നെ അവര് ബ്രദേഴ്സ് ആണ്, അതുകൊണ്ട് അങ്ങനെ. ഡേ 336 ഓഫ് അപ്രീഷിയേറ്റിംഗ് ദ മിസ്അണ്ടർസ്റ്റുഡ് മാസ്റ്റർ പീസ്. അത് ഓമനക്കുട്ടി ആര്? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോക്കൊക്കെ കൊണ്ട് തില്ലാനെ കളിക്കുന്ന പവർ സ്റ്റാറിന്റെ അസിസ്റ്റൻസിന് മരുന്നിന് പോലും ഒരുത്തനെ വെടിവെക്കാൻ അറിഞ്ഞൂടാ. മറ്റേ ശിവകാശി ബ്രദേഴ്സിലെ കാശിയെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് അവർ പവർ സ്റ്റാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങേര് കാച്ചിയേക്കാൻ പറഞ്ഞു. പക്ഷെ എന്ത് കാച്ചാനാണ് പറഞ്ഞത് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് അതിലൊരുത്തൻ കാശി കുടിച്ചോണ്ടിരുന്ന ചായ കപ്പിനിട്ട് വെടിവെക്കും. അത് പിന്നെ അവന്റെ മാനസിക പ്രശ്നം കാരണം കൊള്ളാത്തതാണെന്നെങ്കിലും വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡസൻ പോലീസുകാർ ചുറ്റും വന്ന് മൂക്കിന്റെ തുമ്പത്ത് നിന്ന് വെടിവെക്കുന്നു. ഒരെണ്ണം കൊള്ളനുണ്ടാകുന്നൊക്കെ. എന്നിട്ട് ഗ്യാസ് കിട്ടാനില്ലാത്ത ഈ സമയത്ത് കാശി സാർ ഒരു ഗ്യാസ് വെടിവെച്ച് പൊട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടും. ആ ഗ്യാസ് ഊറ്റിയൊക്കെ പൊട്ടിയത് നോക്കിയിട്ട് ആഫ്റ്റർ ഷേവ് പൊട്ടിത്തെറിച്ച് ഇതിനേക്കാൾ തീയുണ്ടോ?
ഉണ്ടാവുമല്ലോ. എന്തായാലും കാശി സാർ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഹോസ്റ്റലിൽ ചെന്ന് വലിഞ്ഞു കയറും. ബോറടിച്ചിരിക്കുന്നതിന്റെ തലയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പണിഞ്ഞെന്ന് പറഞ്ഞ പോലെ ഈ അസുലഭ നിമിഷത്തിലാണ് നമ്മൾ സിനിമയുടെ രണ്ടാമത്തെ ഹീറോയിനായ ശ്രീലീലയെ കാണുന്നത്. പക്ഷെ പോലീസ് ഓഫീസറായ നായകനെ റേഡിയോ ജോക്കിയായ നായികൻ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വെടിയുള്ള ജീവനം കൊണ്ട് ഓടുന്ന കാശിയെ കൊണ്ട് പഴനിയുടെ വലിപ്പമുള്ള ഗേറ്റ് ചാടിപ്പിച്ച ആ ഡയറക്ടറുടെ മനസ്സ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഓടിക്കയറിയ കാശി സാർ കറക്റ്റ് ആയിട്ട് ലീലയുടെ റൂമിൽ തന്നെ ചെന്ന് കയറും. ലീല കാണിച്ചു കൊടുക്കും, പവർ സ്റ്റാർ വെടിവെക്കും. അത് കഴിഞ്ഞിട്ട് റേഡിയോ ജോക്കിയായ ശ്രീലീല അവളുടെ റേഡിയോയിൽ കൂടെ ഇത് പറഞ്ഞത് കേട്ട് കാശിയുടെ അണ്ണൻ ശിവ അവളെ ഫോണിൽ വിളിച്ച് തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തും. ഈ ഫോണിൽ തന്നെ ഇപ്പൊ FM ആപ്പ് ഉണ്ടോന്ന് അറിഞ്ഞു. അത് മാത്രമല്ല ഉള്ള FM സ്റ്റേഷനൊക്കെ യൂട്യൂബ് വീഡിയോ വെച്ചാണ് പിടിച്ചിരിക്കുന്നത് തന്നെ. ഇതിൽ ഇവ FM-ലെ പേസ് വാറാ ഒളിഞ്ഞിരിക്കുന്ന ടെററിസ്റ്റ് അതെ കേട്ട് ഇവളെ ഫോണിലെ കൂപ്പിട്ട് മിരട്ട് വാറാം. ഭീകര റൈറ്റിംഗ് തന്നെ. താങ്ക് യു സോ മച്ച്. എന്തായാലും അതിനുശേഷം ശ്രീലീലയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് പവർ സ്റ്റാർ കൂടെ കൂടും. ആ സമയത്ത് ഇവർ തമ്മിലുള്ള റൊമാൻസ് അതിന്റെ ഒടുക്കം വളച്ചന്തയിൽ വെച്ച് നമ്മുടെ അണ്ണൻ ശിവയെ കിട്ടും. ആ മാർക്കറ്റ് മുഴുവൻ നോക്കിയിരിക്കുക 10 ദിവസം തിന്നാത്തവരെല്ലാം കൂടെ അത്തപ്പൂക്കളം ഇടുന്ന പോലെ ഇവരെല്ലാവരും കൂടെ ചുറ്റും കൂടുന്ന അയാളെ വെടിവെച്ച് കൊല്ലും. കൂട്ടത്തിൽ പവർ സ്റ്റാറിന് 2 വെടിവെങ്ങി വെക്കും. ഈ വെടിയോടുകൂടി പവർ സ്റ്റാർ ശ്രീലീലയുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞിരുന്നു. ഇനി അത് എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അവർ മോണ്ടിസോറി പിള്ളേരുടെ ആക്ഷൻ സോങ് പോലെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും അസിസ്റ്റന്റ് ഗുണ്ടകളെ കൊന്നു കളഞ്ഞതിന്റെ ദേഷ്യത്തിൽ പാർത്ഥിവൻ സാറും വട്ടുമോനും കൂടെ ശ്രീലീല തട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്യും. പക്ഷെ അവർക്ക് പകരം ശ്രീലീലയുടെ കൂട്ടുകാരിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യും. ഈ പൊതുവെ ഈ സിനിമകളിലൊക്കെ ഈ ഇമോഷൻ ഉണ്ടാക്കാനായിട്ട് ഈ റേപ്പ് വിക്ടിമിന്റെ വിഷ്വൽ ഇങ്ങനെ പിന്നെയും കാണിക്കുന്ന ഒരു നാറിയ പരിപാടി ഉണ്ടല്ലോ, അതാണ് അടുത്തത്. തെരിന്ന് തൂക്കിയ സീനാണ്. ആ സിനിമയിൽ തന്നെ ഇതൊരു തറവേലയായിരുന്നു. ഇവിടെ വരുമ്പോൾ അത് അതിനേക്കാൾ വലിയൊരു തറവേലയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന പവർ സ്റ്റാർ പോയി പാർത്ഥിവൻ സാറിന്റെ മോനെ കൊല്ലും. പാർത്ഥിവൻ സാർ അതിന്റെ ദേഷ്യത്തിൽ വേറൊരു ടെററിസ്റ്റിനെ വിട്ട് താലി കെട്ടുന്നതിന് മുമ്പ് ശ്രീലീലയെ നടുനെറ്റിക്ക് വെടിവെക്കാൻ പറഞ്ഞു വിടും. അത് കണ്ട പവർ സ്റ്റാർ സങ്കടപ്പെടും. സത്യമായിട്ട് ഇത് സങ്കടമാണ്. അപ്പൊ ഇതൊക്കെ ഫ്ലാഷ് ബാക്ക് ആണല്ലോ. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞത് നമ്മുടെ ശ്രീലീലയെ കൊന്ന ടെററിസ്റ്റ് എവിടുന്നോ വരും. എന്നിട്ട് അങ്ങേര് വന്നിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ട്രക്കിൽ മുസ്ലിംസിനെ ഇറക്കി നാട്ടിൽ യുദ്ധം നടത്താനാണ് പ്ലാൻ എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് പറയും. ഇവനക്ക് എവിടുത്തെ തീവ്രവാദിയാണ്? കോഴിക്കാട്ടൻ ചാക്കോടം കൂട്ടിച്ചവൻ പോലെ 5 അടി കിട്ടാൻ സത്യം പറയില്ല. അപ്പോഴാണ് അവന്റെ വയറിളകിയ പോലത്തെ ഒരു കൺഫെഷൻ. പക്ഷെ അപ്പോഴാണ് അത്രയും നേരം കൂടെ നടന്ന മറ്റേ മുസ്ലിം തീവ്രവാദി പവർ സ്റ്റാറിന്റെ കൂടെ IPS റീയൂണിയൻ പാർട്ടിയിൽ ഡാൻസ് കളിച്ച ആളാണെന്ന് നമ്മൾ അറിയുന്നത്. പവർ സ്റ്റാറും ഈ ചെറുക്കനും ഒരേ ബാച്ച്. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പവർ സ്റ്റാർ ആ ടെററിസ്റ്റിനെ വെടിവെക്കാനായിട്ട് സെറ്റ് ആവും. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ദൂരം തൊടുന്ന സ്ഥലത്താണല്ലോ ശ്രീലീല വെടിവെച്ചത്. അതുകൊണ്ട് സിന്ദൂർ എന്നൊരു 10 തവണ പറഞ്ഞിട്ടാണ് പവർ സ്റ്റാർ ടെററിസ്റ്റിനെ വെടിവെക്കുന്നത്. ഏത് മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ റെഫറൻസ്. എന്നിട്ട് ഇത്രയും ചെയ്ത് കൊടുത്തതിന്റെ നന്ദിക്ക് പാർത്ഥിവൻ സാറിനെ കണ്ട് സൈനൈഡ് തിന്നാൻ കൊടുക്കും. അങ്ങേരും തന്നതല്ലേ എന്ന് പറഞ്ഞ് ഏതാണ്ട് കൽക്കണ്ടം തിന്നുന്നല്ല അതെടുത്ത് തിന്നും. അങ്ങനെ വില്ലന്മാരെയൊക്കെ കൊന്നതിന് ശേഷം പവർ സ്റ്റാർ കാട്ടിലേക്ക് മടങ്ങി കൗബോയ് യൂട്യൂബ് വീഡിയോസ് ചെയ്ത് ശിഷ്ടകാലം ജീവിക്കുന്നിടത്ത് പട്ടം ഫിനിഷ്. ഈ 1-2 നായികമാരെ കൊണ്ടുവരുന്നതിലല്ല പ്രശ്നം, അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കണം. ഇപ്പൊ തന്നെ ലോറൻസ് സാറിനെ കണ്ടില്ലേ, പാർട്ട് കൂടുന്നതനുസരിച്ച് നായികമാരുടെ എണ്ണം കൂടിയാൽ എന്ത്, അവർക്കൊക്കെ അമ്മാതിരി സ്കോപ്പ് അല്ലേ. അങ്ങനെ ഒരു തള്ളിപ്പൊളി പടം ഈ അടുത്ത് കണ്ടു. भाभी डर गई